മെയ് 5 മുതൽ തുടങ്ങിയതാണ് കേട്ടോ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ. മെയ് 5-നാണ് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. മെയ് 12-ഓടുകൂടി SFIയുടെ വലിയ സമരം അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്നു. അതിൽ SFIയുടെ അഖിലേന്ത്യാ ഭാരവാഹികൾക്ക് അറസ്റ്റ് വരിക്കേണ്ടി വരുന്നുണ്ട്. അതിനുശേഷം ജൂൺ 6-ഓടുകൂടിയാണ് CJPയുടെ ഒരു പൊതുമധ്യേയുള്ള പ്രതിഷേധം ആരംഭിക്കുന്നത്. ഇതിന് മുന്നോടിയായി തന്നെ CBSE അടക്കമുള്ള മറ്റു പരീക്ഷകളുടെ ക്രമക്കേടുകളുടെ വാർത്ത പുറത്തു വരികയാണ്. ജൂൺ 12-ന് SFIയുടെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. 10 ദിവസത്തിനകം ഇതിനൊക്കെ ഈ സംഭവങ്ങൾക്കുള്ള നടപടി ആയില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തും എന്നവർ പറയുന്നുണ്ട്. ജൂൺ 28-ഓടുകൂടിയാണ് സോനം വാങ്ചുക് അദ്ദേഹത്തിന്റെ നിരാഹാര സമരം ആരംഭിക്കുന്നത്. ജൂലൈ 18 ആകുമ്പോഴേക്ക് അദ്ദേഹത്തിനെ ബലം പ്രയോഗിച്ച് ജന്തർ മന്ദിറിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ദിവസം തന്നെ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് SFIയും മറ്റ് ഇടതുപക്ഷ സംഘടനകളിലെ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്ന് SFIയുടെ ഭാരവാഹികൾ പ്രത്യേകിച്ച് ഒരു നിരാഹാര സമരം ആരംഭിക്കുന്നു. ജൂലൈ 20-നാണ് രാജ്യം കണ്ട ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും ക്രൂരമായ മർദ്ദനം വിദ്യാർത്ഥികൾക്ക് ഏൽക്കേണ്ടി വരുന്നത്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒന്നും തന്നെയും കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകളോ യുവജന സംഘടനകളുടെയോ ഒരു ഔദ്യോഗിക പ്രസ്താവന, പ്രതികരണം ഒന്നും വരുന്നില്ല. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും ഇടപെടൽ നടന്നിട്ടുള്ളത്. അല്ലാതെ സമരമുഖത്തോ ജന്തർ മന്ദർ പരിസരത്തോ ഒന്നും കോൺഗ്രസിന്റെ സംഘടനകളുടെ ഇടപെടൽ വരുന്നില്ല. പക്ഷേ അവസാനം ഈ വലിയ രീതിയിലുള്ള കലാപ രംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോ അങ്കിളും ആന്റിയും പറയുന്നത് അവരാണ് സമരം നയിച്ചത്, ക്രെഡിറ്റ് മൊത്തം ഞങ്ങൾക്ക് വേണം എന്നാണ്. My brother has been fighting, has been talking about this for a long time. And I think that everyone who fought for this together, my brother, everybody in the Congress party, Youth Congress, NSUI, everybody who supported our part of the fight. അങ്കിളും ആന്റി ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും?